نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم فإذا عزمت فتوكل على الله إن الله يحب المتوكلين اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ 4 പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മുഹറം എന്ന് കേൾക്കുമ്പോൾ അത് പവിത്രമായ മാസമാണ് എന്ന ബോധമല്ലാതെ ആ മുഹറം ഒരു ദുശകുനമായി കാണുന്ന സ്നേഹിതന്മാരുണ്ട്. അവരേതെങ്കിലും കച്ചവട സംരംഭങ്ങളോ അല്ലെങ്കിൽ നിക്കാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്തെങ്കിലും ഒരു നല്ല കാര്യം തുടങ്ങാനോ ഒക്കെ ആലോചിക്കുന്ന സമയത്ത് അവരുടെ സാധാരണ സംസാരം കേൾക്കാം, മുഹറം 10 കഴിഞ്ഞോട്ടെ. മുഹറത്തിൻ്റെ ആദ്യത്തെ 10 നെഹ്സായി ദുശകുനമായി കാണുന്ന സഹോദരങ്ങളുണ്ട്.
യഥാർത്ഥത്തിൽ അതിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്ന് നാം മനസ്സിലാക്കുക. ഷിയാക്കളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വിശ്വാസമാണത്. ഹിജറ 61 കർബലയിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് അവർ മുഹറം 10 വരെയുള്ള ദിനങ്ങൾ ദുശകുനമായി ഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും മുഹറം 10 കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്നതിൽ അർത്ഥമില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. മുഹറം മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭവം, മുഹറമായി ആദ്യത്തെ മാസമായി ഹിജറ കലണ്ടർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ സമയത്ത് ആദ്യത്തെ മാസമായി ഏതാണ് ഉണ്ടാക്കേണ്ടത്, ഏതാണ് നിശ്ചയിക്കേണ്ടത് എന്ന ചർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറക്ക് തെരഞ്ഞെടുത്ത മാസമായിക്കോട്ടെ എന്ന ഒരടിസ്ഥാനത്തിലാണ് ഹിജറ കലണ്ടർ മുഹറം മാസത്തിൽ തുടങ്ങിയത്. എന്താണ് ഹിജറ എന്ന് നാം പരിശോധിച്ചാൽ, മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യമാകുന്ന കാര്യം, പ്രബോധന പ്രവർത്തനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ സഹാബികളുമായി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും ശത്രുക്കളിൽ നിന്ന് എതിർപ്പുകൾ തുടരെ അനുഭവിക്കേണ്ടി വരികയും ഒരു നിലക്കും മുന്നോട്ടു പോകാൻ സാധിക്കാത്ത രൂപത്തിൽ അവരുടെ മർദ്ദനങ്ങളും പീഡനങ്ങളും വർദ്ധിച്ചു വരികയും ചെയ്ത സമയത്താണ് പ്രബോധന പ്രവർത്തനങ്ങൾ സുഗമമായി നിർവഹിക്കാവുന്ന, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്ന ഒരു നാട്ടിലേക്ക് ഹിജറ പോകാൻ ഉദ്ദേശിക്കുന്നത്. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പ്രബോധനത്തിന് അയക്കപ്പെട്ട സംഘം യസ്രിബ് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രബോധനം നടത്തിയതിൻ്റെ ഫലമായി അവിടുത്തെ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും അവർ മക്കയിലേക്ക് വരുന്ന വഴി അഖബ എന്ന സ്ഥലത്ത് വെച്ച് 2 ഉടമ്പടികൾ നടത്തുകയും അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യസ്രിബിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ 53-ാമത്തെ വയസ്സിൽ സംഘങ്ങളായി ഓരോരുത്തരെ യസ്രിബിലേക്ക് വിടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വലിലാണ് യസ്രിബിലേക്ക് പോകുന്നത്. യസ്രിബിലേക്ക് എത്തിയതും യസ്രിബിൻ്റെ നാമം, ആ സ്ഥലപ്പേര് യസ്രിബ് എന്ന് മാറി മദീനത്തുർ റസൂൽ എന്നാകുകയും ചെയ്തു. മദീനത്തുർ റസൂൽ എന്നുള്ളത് പിന്നീട് മദീന എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഇതാണ് ഹിജറയുടെ ഒരു ചുരുക്കം. എന്നാൽ ഹിജറ ഏത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് പ്രവർത്തനങ്ങളിലും എന്നുള്ളത് പോലെ തന്നെ ഹിജറയിൽ ചില പാഠങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ അടിസ്ഥാനം അല്ലാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകരിക്കുന്നത് ഓരോരുത്തരുടെയും നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇഖ്ലാസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ആ ഹിജറയുമായി ബന്ധപ്പെട്ടാണ് ആ ഹദീസ് ഉള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, നിശ്ചയമായും പ്രവർത്തനങ്ങൾ നിയ്യത്തിനനുസരിച്ചാണ്, കർമ്മങ്ങൾ നിയ്യത്തിനനുസരിച്ചാണ്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, ഓരോരുത്തരുടെയും ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഉദ്ദേശിച്ചതാണ് ലഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയ യുസീബുഹാ ഔ ഇലാ ഇംറാഅത്തിൻ യൻകിഹുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ദുനിയാവിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ്
അവിടെ ഹിജറ പോയി ചില കാര്യങ്ങൾ ചെയ്യാനാണ്. അവിടെ പോയാൽ ഇന്നത് ചെയ്യാൻ സാധിക്കും, ഇന്ന കൃഷി ചെയ്യാൻ സാധിക്കും, ഇന്ന ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഈ ദുനിയാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ, അല്ലെങ്കിൽ അവിടെ പോയാൽ നല്ല സ്ത്രീകളെ വിവാഹം കഴിക്കാൻ സാധിക്കും, ഈ രൂപത്തിലുള്ള ചിന്തകളാണ് ഉള്ളതെങ്കിൽ ഫഹിജറതു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ എന്തിനാണോ ഹിജറ പോയത് അത് മാത്രമേ ലഭിക്കുകയുള്ളൂ, അള്ളാഹുവിന്റെ പ്രതിഫലം അവന് ലഭിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. പ്രത്യക്ഷത്തിൽ നല്ല നല്ല കാര്യങ്ങളാണ് നാം പ്രവർത്തിക്കുക, ആളുകൾ അഭിനന്ദിക്കും, ആളുകൾ ആശംസിക്കും, ഒക്കെ ഉണ്ടാകും. നമ്മുടെ പ്രവർത്തനത്തിന്റെ ആ ലക്ഷ്യം ആളുകളുടെ അഭിനന്ദനമാണെങ്കിൽ, ആളുകളുടെ ആശംസകളാണെങ്കിൽ അതുമാത്രമാണ് നമുക്ക് ലഭിക്കുക. നേരെ മറിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു പ്രതിഫലവും ലഭിക്കുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒരാൾ നമസ്കരിക്കുന്നു, അയാൾ നമസ്കരിക്കുമ്പോൾ അയാളെ മറ്റുള്ള ആളുകൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് അയാൾ കാണുമ്പോൾ ആ നമസ്കാരം ഒന്നുകൂടി ഭയഭക്തിയോടെ നിർവഹിക്കുന്നുവെങ്കിൽ ആ നമസ്കാരം അവന് നഷ്ടപ്പെടും. കാരണം അല്ലാഹുവിന് പുറമെ മറ്റുള്ള ആളുകളുടെ തൃപ്തിയും മറ്റുള്ള ആളുകളുടെ ശ്രദ്ധയും അവൻ ആഗ്രഹിച്ചു എന്നുള്ള കാരണത്താൽ. അതുകൊണ്ട് ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഇഖ്ലാസോടെ പ്രവർത്തിക്കണം, നിയ്യത്ത് ശരിയാകണം. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നേരാവണ്ണം ഇഖ്ലാസോടെ ആരാധന അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് അതുകൊണ്ടാണ്. ഒന്നാമത്തെ പാഠം. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാഹുവിനോടും തൗഹീദിനോടുമുള്ള സ്നേഹം മറ്റുള്ളത് അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ളത്, അതിനാണ് ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത്, അതിനാണ് ഏറ്റവും കൂടുതൽ ഹബ്ബുള്ളത്, സ്നേഹമുള്ളത്, അതിനോടാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക എന്ന നാടിനെ വെറുത്തിട്ടല്ല അവിടെ നിന്ന് പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോ പറയുന്നുണ്ട്, അലിംതു, മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയാൻ, അലിംതു അന്നകി ഖൈറു അർദില്ലാഹ് വഅഹബ്ബുൽ അർദി ഇലല്ലാഹി അസ്സ വജൽ. എനിക്കറിയാം ദുനിയാവിൽ ഭൂമിയിൽ ഏറ്റവും ഖൈറായ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭൂമിയാണ്, നാടാണ് നീ. വഅഹബ്ബുൽ അർദി ഇലല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് നീ. വലൗലാ അന്ന അഹ്ലകി അഖ്റജൂനി മിൻകി മാ ഖറജതു, നിന്റെ ആളുകൾ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ടില്ല എങ്കിൽ ഞാൻ പുറത്തു പോകില്ലായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയുന്ന രംഗം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൗഹീദിന്റെ വിഷയത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും നമുക്കൊരു പ്രയാസം ഉണ്ടാകരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അത് സമ്പത്തായാലും അത് ജോലിയായാലും അത് കുടുംബമായാലും എന്ത് നഷ്ടപ്പെടുത്തിയാലും തൗഹീദ് നഷ്ടപ്പെടുത്താൻ പാടില്ല. തൗഹീദിനാണ് പ്രാമുഖ്യം നൽകേണ്ടത്, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്കാണ് പ്രാമുഖ്യം നൽകേണ്ടത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ തന്നെ മൂന്നാമത്തെ പാഠം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നിന്നുള്ള മൂന്നാമത്തെ പാഠം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശ്വാസികൾക്കുള്ള സ്നേഹമാണ്. ആ ഹിജ്റയുടെ യാത്രകൾ പരിശോധിച്ചു നോക്കിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശ്വാസികൾ പ്രകടിപ്പിച്ചിട്ടുള്ള സ്നേഹമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് പ്രവാചകന്റെ കൂടെ ഹിജ്റ ചെയ്യാൻ അനുവാദം നൽകപ്പെട്ട സഹാബികൾപ്പെട്ട ആള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ ചെയ്യുന്ന സമയത്ത്
സൗർ ഗുഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടാതെ അദ്ദേഹമാണ് ആദ്യം അത് വൃത്തിയാക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ ആക്രമിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടവല ഭാഗങ്ങളിലായി 4 ഭാഗത്തും മാറി മാറി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വലയം വെച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു സഞ്ചരിച്ചതിന്റെ കാരണം പ്രവാചകനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല ചെയ്യാൻ വധിക്കാൻ അവർ തീരുമാനിക്കുകയും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൽ കിടക്കുന്നത് മഹാനായ അലി റളിയല്ലാഹു അൻഹു ആണ്. അലി റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ്, ബഹുമാനമാണ്. അവർ അങ്ങേയറ്റം അവരുടെ ശരീരത്തെക്കാൾ അലി റളിയല്ലാഹു അൻഹു സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവിടെ കിടക്കുന്നത്. കാരണം അവർ വിചാരിക്കും മുഹമ്മദാണ് ഇവിടെ കിടക്കുന്നത്, വെട്ടിയേക്കാം എന്ന് വിചാരിച്ച് വധിച്ചു കളയും എന്നുള്ള ബോധമുണ്ട്. എന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ് അലി റളിയല്ലാഹു അൻഹുവിനെ അവിടെ കിടത്താൻ പ്രേരിപ്പിച്ചത്. ഇങ്ങനെ സ്വന്തം ശരീരത്തെക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവരാണ് അവർ. അങ്ങനെയാണ് അവർ മുഅ്മിനീങ്ങളായത്. അങ്ങനെ മുഅ്മിന ആവാൻ സാധിക്കുകയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പ്രവാചകനെ നിങ്ങളുടെ സമ്പത്തിനേക്കാൾ, നിങ്ങളുടെ സന്താനങ്ങളെക്കാൾ, നിങ്ങളുടെ പിതാക്കളെക്കാൾ, മറ്റുള്ള ജനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വരെ. മഹാനായ നസായിയുടെ റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മിൻ വാലിഹി വഅഹ്ലിഹി വന്നാസി അജ്മഈൻ. സമ്പത്തിനേക്കാൾ, കുടുംബക്കാരെക്കാൾ, എല്ലാ ആളുകളെക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാവുക, വിശ്വാസിയാവുക. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ, തങ്ങളുടെ ശരീരത്തെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ, എനിക്ക് എൻ്റെ ശരീരം കഴിഞ്ഞാണ് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ എന്റെ ആഗ്രഹങ്ങൾ പലതും റസൂലിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമാകും, റസൂലിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാകും. അതുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം തെറ്റും. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം, അത് നരകത്തിലേക്ക് വഴിമാറും. അപ്പോൾ ഒരാൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ കൽപ്പിച്ചത്, അത് അവന്റെ സ്വന്തം ആഗ്രഹങ്ങളെക്കാൾ, അവന്റെ മക്കളുടെ അഭിപ്രായത്തെക്കാൾ, അവന്റെ മാതാപിതാക്കളുടെ അഭിപ്രായത്തെക്കാൾ, നാട്ടുകാരുടെ അഭിപ്രായത്തെക്കാൾ, നാട്ടിലെ പ്രമാണിയുടെ അഭിപ്രായത്തെക്കാൾ അവന് വില നൽകാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ അവന്റെ സ്വന്തത്തെക്കാൾ അവന് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ. ഇതാണ് വിശ്വാസികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിച്ചു തന്നത്, സ്വഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിച്ചു തന്നത്. ധാരാളം ചരിത്രങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ ധാരാളം പാഠങ്ങൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ കാണാൻ സാധിക്കും. അവർ ഹിജ്റ ചെയ്തു, ഹിജ്റയുടെ പുണ്യം നേടി. നമുക്ക് ഹിജ്റ ചെയ്യാനുള്ള അവസരം ഒരു പ്രദേശത്തിൽ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പോയിട്ടില്ല, നേരെ മറിച്ച് നമുക്ക് മുഹാജിറിന്റെ പ്രതിഫലം ലഭിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ മുഹാജിർ മൻ ഹജറ മിൻ മാ നഹല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചതിൽ നിന്ന് അകന്നു നിൽക്കുന്നവനാരാണോ അവനാണ് മുഹാജിർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ രൂപത്തിൽ ആ മുഹാജിറിന്റെ പ്രതിഫലം ലഭിക്കുവാനുള്ള നീയത്തിൽ സകല തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ
അവിടെ നമ്മുടെ ആഗ്രഹങ്ങൾ പലതായിരിക്കും, നമ്മുടെ മക്കളുടെ ആഗ്രഹങ്ങൾ പലതായിരിക്കും, നാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ആഗ്രഹങ്ങൾ പലതായിരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ഇഷ്ടം പ്രതീക്ഷിച്ചുകൊണ്ട് ആ തെറ്റുകളിൽ നിന്ന്, ആ കുറ്റങ്ങളിൽ നിന്ന്, ആ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ വിശ്വാസി എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റയുടെ സന്ദേശങ്ങളാണ് നാം പറഞ്ഞത്. ഒന്ന്, ഹിജ്റ എന്നതുള്ളത് മാത്രമല്ല, നാം ഏത് പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്തും ഇഖ്ലാസ് ഉണ്ടാവണം, ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത്. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് അള്ളാഹുവിനോടും തൗഹീദിനോടും അങ്ങേയറ്റം സ്നേഹമുണ്ടാകണം എന്നുള്ളതും. മൂന്നാമതായി നാം സൂചിപ്പിച്ചത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ സ്വന്തത്തേക്കാൾ സ്നേഹമുണ്ടാവണം എന്നുള്ളതുമാണ്. അതേപോലെ നാലാമത്തെ കാര്യം അള്ളാഹുവിൽ തവക്കുൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഏത് കാര്യത്തിലും ഭൗതികപരമായ സബബുകളെ മാത്രം ആശ്രയിക്കുന്ന, ഇന്ന കാരണം കൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല എങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, അല്ലേ, ഈ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഫൈദ അസംത ഫതവക്കൽ അലല്ലാഹ്, നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, കൂടിയാലോചനയുടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫൈദ അസംത ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ നിങ്ങൾ തവക്കുൽ ചെയ്യുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അല്ലാഹു സുബ്ഹാനഹു തആല തവക്കുൽ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. പിന്നീട് എന്തു സംഭവിച്ചാലും അതിൻ്റെ പേരിൽ ഒരു കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ അനാവശ്യമായ ആഹ്ലാദമോ, അല്ലേ, രണ്ടും ഉണ്ടാകും. ആ തീരുമാനം എടുത്താൽ വിജയം ഉണ്ടാവും, ചിലപ്പോൾ പരാജയം ഉണ്ടാവും. വിജയം ഉണ്ടാകുമ്പോൾ അനാവശ്യമായ ആഹ്ലാദത്തിൻ്റെ ആവശ്യമില്ല, പരാജയം ഉണ്ടാകുമ്പോഴോ കുറ്റപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. ഫൈദ അസംത ഫതവക്കൽ അലല്ലാഹ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹിജ്റയിൽ പല പ്രയാസങ്ങളുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഒന്ന് കുനിഞ്ഞാൽ അവരെ കാണുമാറ് അതുവരെ ശത്രുക്കളെത്തി എന്നുള്ളതാണ്, അല്ലേ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ ദുഃഖിക്കേണ്ട, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, മാ ദന്നുക ബിഇസ്നൈൻ അല്ലാഹു സാലിസുഹുമാ, ഈ രണ്ട് ആളുകൾ, നമ്മൾ രണ്ടാളുകളെ പറ്റി നിന്റെ വിചാരം എന്താണ്? അല്ലാഹു സാലിസുഹുമാ, മൂന്നാമതായി അല്ലാഹു ഇല്ലേ. തവക്കുലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുന്നത്. ആ ഒരു തവക്കുലോടെയാണ് ഏത് കാര്യവും നാം ചെയ്യേണ്ടത്, ഏത് വിഷയത്തിലും നാം മുമ്പോട്ട് പോകേണ്ടത് തവക്കുലാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു മെന്റാലിറ്റി ഉള്ള ആളുകളാണ് മുഅ്മിനീങ്ങൾ എന്നുള്ളത് കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അജബൻ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം വളരെ അത്ഭുതകരമാണ്. അവന് എല്ലാ കാര്യങ്ങളും ഖൈറാണ്, അവന് നന്മ ബാധിച്ചാൽ ഇൻ അസ്വാബതുഹു സർറ ശകർ, അവനെന്തെങ്കിലും നന്മ ബാധിച്ചാൽ അവന് നന്ദി ചെയ്യുന്നതാണ്. വഇൻ അസ്വാബതുഹു ദർറ സ്വബർ ഫകാന ഖൈറൻ ലഹു, അവനെന്തെങ്കിലും തിന്മ ബാധിച്ചാലോ അവന് ക്ഷമിക്കുന്നതാണ്, അതും അവന് നന്മയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഏതെങ്കിലും ഒരു സംഗതി പാളിപ്പോകുമ്പോഴേക്ക്, ഏതെങ്കിലും ഒരു ബിസിനസ് പാളിപ്പോകുമ്പോഴേക്ക് തകർന്നു പോകേണ്ടവരല്ല, തളരേണ്ടവരല്ല നമ്മൾ. നമ്മുടെ ഒരു ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ ആരെങ്കിലും വലിയ പരിക്കുകൾ പറ്റി,
തകർന്നു പോകേണ്ടവരല്ല. അത് വെച്ച് നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആ രൂപത്തിൽ വിശ്വാസികളുടെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന രൂപത്തിൽ ജീവിക്കുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനായ ഗഫൂറായ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, കുടുംബക്കാർ, ജ്യേഷ്ഠാനുജന്മാർ, അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ പാപങ്ങളെല്ലാം പുറത്ത് അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم أصلح أحوالنا وأحوال المسلمين في كل مكان. اللهم أصلح أحوالنا وأحوال المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.